ചാലക്കുടി പുഴയിലെ ചേനത്തുനാട് കടവിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കാട്ടൂർ ഇല്ലിക്കാട് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കാട്ടൂർ സ്വദേശി അതുൽ, എടക്കുളം സ്വദേശി ശിവനുണ്ണി എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നാട്ടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയി. ചേർപ്പിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടിയടച്ച പാടശേഖരത്തിലേക്കുള്ള വഴി തുറക്കാൻ നിർദ്ദേശം. വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കമ്പിവേലി പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിലെ ചേനത്തുനാട് കടവിൽ കുളിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. തെങ്കാശി കലപ്പക്കുളം ഇന്ദിരാ കോളനിയിലെ ഗോപാലകൃഷ്ണന്റെ മകൻ 28 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കലാഭവൻ മണിയുടെ പാടിയിൽ പ്രവർത്തിക്കുന്ന പലഹാര നിർമ്മാണ സ്റ്റാളിലെ ജീവനക്കാരനാണ് മണികണ്ഠൻ. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പാടിയുടെ താഴെയുള്ള കടവിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് ആദ്യം മറുകരയിലേക്ക് നീന്തിപ്പോയി. തിരിച്ചുവരുന്നതിനിടെ തളർന്ന് അവശനായി യുവാവ് പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം പുറത്തെടുത്തത്. SI ഷാജു എടത്താടന്റെ നേതൃത്വത്തിൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാട്ടൂർ ഇല്ലിക്കാട് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കാട്ടൂർ വല്ലക്കഴ കണ്ടംകുളത്തി വീട്ടിൽ അതുൽ, എടക്കുളം പഷ്ണത്ത് വീട്ടിൽ ശിവനുണ്ണി എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പ്രതികൾ ഇരിങ്ങാലക്കുട ഉത്സവത്തിന് പോയി വരുന്ന വഴി റോഡിൽ നിന്നിരുന്ന ശ്രീരാഗ്, ഷനിൽ, അതുൽ എന്നിവരെ അസഭ്യം പറയുകയും തുടർന്ന് ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ 1-ാം പ്രതി അതുൽ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് 3 പേരെയും കുത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. തളിക്കുളം ബാറിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയാണ് അതുൽ. സംഭവം കഴിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അതുലിനെ വലപ്പാട് ബീച്ച് ഏരിയയിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ CI PP ജസ്റ്റിൻ, SI സുജിത്ത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. നാട്ടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന് മോഷണം. നാട്ടിക ജുമാ മസ്ജിദിന് സമീപം മജീദ് സ്റ്റോഴ്സിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. കടയുടെ ഷട്ടർ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും നേർച്ചപ്പെട്ടിയിലെ പണവും 15,000 രൂപയുടെ സിഗരറ്റ്, ബീഡി എന്നിവയും കവർന്നു. രാവിലെ ഉടമസ്ഥനായ മജീദും മകൻ സവാദും കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ ഒരു ഭാഗം തുറന്നു കിടക്കുന്നത് കണ്ടത്. കടയിലെ CCTVയിൽ 2 പേരുടെ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേർപ്പിലെ കടകളിലും CNN സ്കൂളിലും മോഷണം നടത്തിയ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചേർപ്പ് സ്വദേശി ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന സതീഷുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. സംസ്ഥാനത്ത് 70ഓളം മോഷണക്കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ SP നവനീത് ധർമ്മയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. നവംബർ 18-ന് ചേർപ്പ് CNN സ്കൂൾ കുത്തിത്തുറന്ന് 1,50,000 രൂപയും CCTV ഉപകരണങ്ങളും മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി അടച്ച കാർത്തിക പാടശേഖരത്തിലേക്കുള്ള വഴി വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൊളിച്ചു മാറ്റാൻ ഉത്തരവ് നൽകി. ചിറ്റണ്ട ജുമാ മസ്ജിദ് റോഡിൽ നിന്ന് ചിറ്റണ്ട പുത്തൻകുളത്തിലേക്ക് നാട്ടുകാർക്ക് നടന്നു പോകുന്നതിനും പാടത്ത് കൃഷി ആവശ്യത്തിനായി ട്രാക്ടറും മറ്റ് വാഹനങ്ങളിലും ഇറക്കുന്നതിനുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയിരുന്നത്. നിരവധി തവണ പാടശേഖര സമിതിയും നാട്ടുകാരും പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്വകാര്യ വ്യക്തി തയ്യാറായിരുന്നില്ല. തുടർന്ന് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകുകയായിരുന്നു. സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഉദ്യോഗസ്ഥർ അനധികൃതമായി കമ്പിവേലി കെട്ടിയിരുന്നത് തടയുകയും പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകുകയുമായിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് P. മനോഹരൻ, സെക്രട്ടറി KK ഗിരീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. നെല്ലുൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായി നെൽ കർഷകർ. ചാഴൂർ, കോവിലകം, അന്തിക്കാട്, പുറത്തൂർ, പുള്ള്, പള്ളിപ്പുറം മേഖലകളിലെ കർഷകരാണ് പ്രതിസന്ധിയിലായത്. 1 ഏക്കർ കൃഷിയിൽ നിന്ന് ശരാശരി 35 ചാക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്ത് 3 ചാക്ക് നെല്ല് പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. മാത്രമല്ല, ലഭിച്ച നെല്ലിന് തൂക്കക്കുറവും നേരിടുന്നുണ്ട്. 3% വരെ വില കുറച്ചാണ് കമ്പനിക്കാർ നെല്ല് ഏറ്റെടുക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. വിളവ് കുറഞ്ഞ ചാഴൂർ കോവിലകം പടവ് CC മുകുന്ദൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് എന്നിവർ സന്ദർശിച്ചു. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി പരിഹാരം കാണണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോവിലകം പാടശേഖര പ്രസിഡന്റ് KB പ്രസാദ് കുമാർ, സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ വിനോദ് TB, കർഷകരായ ഗോപി നെല്ലിപ്പറമ്പിൽ, ധർമ്മൻ കല്ലുങ്ങൽ, പ്രഭാകരൻ പറയക്കാട്ട് എന്നിവർ ആവശ്യപ്പെട്ടു.
നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. കൃഷിക്കാരനെ നഷ്ടം നികത്താനുള്ള ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിന് നമ്മുടെ സങ്കടകാര്യം അങ്ങോട്ട് കൊടുക്കുക, നടപടി സ്വീകരിക്കുക. അപ്പം നമ്മൾ MLA എന്ന നിലയിൽ നമ്മൾ കൃഷിമന്ത്രിയോട് പറയാം, ഇനി അത് പോരാത്ത നമുക്ക് മുഖ്യമന്ത്രിക്ക് കടലാസ് കൊടുക്കാനുള്ള ഇവിടെ ഇത്ര ഏക്കർ കൃഷി നമ്മുടെ ഒരു ഏക്കർ കിട്ടുന്ന നെല്ല് വെറും 250 കിലോണ് കിട്ടുന്നത്. ഒരു ഏക്കറയ്ക്ക് ശരിക്കും 2500 കിലോ കിട്ടണം. അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ആലോചിച്ചപ്പോൾ പറയുന്നുണ്ട് 250 കിലോണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒന്നാകില്ല. കൊയ്യാൻ തന്നെ മെഷീൻ ഇറക്കിയിട്ട് കൊയ്യാൻ തന്നെ വലിയ പ്രയാസമാണ്. നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങളൊന്നും പറയാൻ ആരും ഉണ്ടായില്ല. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം. വാഗാപ്പുഴയിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മൺതിട്ടകളും പാറക്കെട്ടുകളും കൈതക്കാടുകളും നീക്കി. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നത് മൂലം വാഗപ്പുഴ കരകവിഞ്ഞ് കാക്കുത്തിരുത്ത് പ്രദേശം എല്ലാ വർഷവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടാറുണ്ടായിരുന്നു. പുഴയിലെ ചെളിയും മണ്ണും പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിച്ച് പിന്നീട് ലേലം ചെയ്യും. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കാക്കത്തിരുത്ത് പ്രദേശത്തെ നിരന്തര വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാക്കാനും വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം പഞ്ചായത്ത് പ്രദേശത്ത് ധാരാളമായി സംഭരിക്കാനും കഴിയുമെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. പദ്ധതി വിഹിതത്തിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി നീക്കിവച്ചത്. 600 മീറ്റർ ദൂരമാണ് ഈ വർഷത്തെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ തുടർ പദ്ധതിക്കായി കൂടുതൽ പണം വകയിരുത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കേച്ചേരി ഈ പുഴ അല്ലെങ്കിൽ വാഗപ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നമ്മുടെ 2 പഞ്ചായത്തുകളിലെയും അതിർത്തിയിൽപ്പെടുന്ന പുഴഭാഗം വളരെയധികം മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും അതുപോലെ ചെളിയും നിറഞ്ഞ് ജലഗതാഗതത്തിന് അല്ലെങ്കിൽ ജല ആഗമന നിർഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പണം കെട്ടിവെച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചുകൊണ്ട് ഈ പുഴ വൃത്തിയാക്കുന്ന നടപടിയായിട്ടെടുത്തിട്ടുള്ളത്. ഇനിയും ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ പുഴകളും തോടുകളും വൃത്തിയാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ലഭിക്കുന്ന ചെളിയും മണ്ണും എല്ലാം പ്രത്യേകമായ സ്ഥലത്ത് അത് സ്റ്റാക്ക് ചെയ്ത് പിന്നീട് അവിടുന്ന് ലേലം ചെയ്തുകൊണ്ടാണ് ആ മണ്ണ് 3 വർഷക്കാലമായി വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ശല്യമായി തൊയക്കാവ് കുരിശുപള്ളിക്ക് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കിടന്നിരുന്ന റോഡ് റോളർ നീക്കം ചെയ്തു. ഇത് സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 വർഷം മുൻപ് കരുവന്തല ചക്കങ്കണ്ടം റോഡിന്റെ നിർമ്മാണത്തിന് കൊണ്ടുവന്നതായിരുന്നു റോഡ് റോളർ. പിന്നീട് കരാറുകാരൻ റോഡ് റോളർ റോഡരികിൽ ഉപേക്ഷിച്ചു പോയി. ചേലക്കര സ്വദേശിയുടേതാണ് കാലാഹരണപ്പെട്ട റോഡ് റോളർ. കാലപ്പഴക്കമുള്ളതിനാൽ 2 ദിവസത്തെ ശ്രമമെടുത്താണ് റോളർ നീക്കാനായത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് KV മനോഹരൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കർണാടകയിൽ നിന്ന് കരിമ്പുമായി വന്നിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് വാനിന്റെ ആക്സിൽ ഒടിഞ്ഞ് നിയന്ത്രണം വിട്ട് വൈദ്യുതി കാലിൽ ഇടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ പ്രഭു, ബസവ എന്നിവർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ് മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. കേരള വിഷൻ, കെ-ഫോൺ എന്നിവയുടെ കേബിളുകളും പൊട്ടി. വേലൂരിൽ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കുന്നത്ത് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൻ 33 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിനകത്തെ തെക്കേ നടവഴിയിൽ ആനയൂട്ട് നടത്തിയത്. ക്ഷേത്രം തന്ത്രി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ആദ്യ ഉരുള തിരുവമ്പാടി ചന്ദ്രശേഖരന് നൽകി ആനയൂട്ട് നിർവഹിച്ചു. 15 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കിടങ്ങാശ്ശേരി, തരണനെല്ലൂർ ദേവനാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സായാഹ്ന കൂട്ടായ്മ പ്രവർത്തകരായ ജിമേഷ് K മേനോൻ, നിർമ്മൽ, ബിബിൻ, അരുൺ, ശ്രീനാഥ് തുടങ്ങിയവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. കുന്നംകുളത്ത് ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. YWCA റോഡിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്തതോടെയാണ് പുകയ്ക്ക് ശമനമായത്. കിണറ്റിൽ കൂട്ടിയിട്ട മാലിന്യത്തിന് സാമൂഹ്യവിരുദ്ധർ തീ കൊളുത്തതാകാം പുക ഉയരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം.
ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങളുടെ ജാറത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ചന്ദനക്കുടം നേർച്ച ആഘോഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. ചൊവ്വാഴ്ച ചേറ്റുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാഴ്ചവരവുണ്ടാകും. കൊടിയേറ്റ കാഴ്ച ചുള്ളിപ്പടി പടിഞ്ഞാറ് ഹസൻ വാലിദ് വസതിയിൽ നിന്ന് പുറപ്പെട്ട് ജാറത്തിലെത്തി കൊടികയറ്റും. വൈകിട്ട് ചേറ്റുവയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ കാഴ്ചകൾ ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ജാറം പരിസരത്തെത്തും. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന അക്ഷയ തൃതീയ മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. ഗുരുവായൂർ ദേവസ്വവും ക്ഷേത്രക്ഷേമ സമിതിയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് മെഗാ തിരുവാതിരയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് തിരുവാതിരക്കളിയും മീര ശ്രീനാരായണന്റെ ഭരതനാട്യവും അരങ്ങേറും. മെയ് 10 സപ്തശുദ്ധി കലശാഭിഷേകം നടക്കും. തുടർന്ന് പിറന്നാൾ സദ്യയും ഉണ്ടാകും. ഗുരുവായൂർ വിമലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. എഴുന്നള്ളിപ്പിന് ക്ഷേത്ര സന്നിധിയിൽ നിറപറ വെച്ച് സ്വീകരിക്കും. തുടർന്ന് ദേവസഹോദര സംഗമവും നടക്കും. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ പി പുരുഷോത്തമ പണിക്കർ, എ വി പ്രശാന്ത്, കെ ശ്രീകുമാർ, എം ഹരിദാസൻ, എം ആർ മുകുന്ദരാജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞാണി സെന്ററിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിന്റെ സഹായിയാണ് അനിൽകുമാർ. വാഹനത്തിരക്കേറിയ കാഞ്ഞാണി സെന്ററിൽ ഈ 60കാരൻ പോലീസിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. ഗതാഗത തിരക്കേറിയ സമയത്തെല്ലാം കാക്കി പാൻറ്റും പോലീസിന്റെ ഓവർകോട്ടും അണിഞ്ഞ് കാഞ്ഞാണി സെന്ററിൽ ഹോംഗാർഡിനെ സഹായിക്കാൻ അനിൽ ഉണ്ടാകും. മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൗട്ടിലുണ്ടായിരുന്ന കാലത്താണ് കാഞ്ഞാണി സ്വദേശി അനിലിന് പോലീസാകണമെന്ന മോഹമുദിക്കുന്നത്. ഡ്രൈവർ ആകാനായിരുന്നു നിയോഗമെങ്കിലും കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗത കുരുക്ക് കണ്ട് ട്രാഫിക് നിയന്ത്രണത്തിനായി സ്വയം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി തുടരുമ്പോഴും വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ അനിൽ എത്തും. ഇടനേരങ്ങളിൽ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിയുമ്പോൾ ഓടിയെത്തുന്ന അനിൽ വേനൽ കടുത്തതോടെ ഹോംഗാർഡിനെ സഹായിക്കാനായി നട്ടുച്ചയ്ക്കും സേവനം തുടരുകയാണ്. അനിലിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ് അന്തിക്കാട് CA ആയിരുന്ന PK ദാസ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ട് നൽകിയിരുന്നു. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാൽ നടപടി ഉറപ്പ്. വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടാതിരിക്കാൻ തൻ്റെ ഒഴിവു സമയം മാറ്റിവെക്കുന്ന ഈ 60കാരൻ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ സേവനം തുടരുകയാണ്, പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെ. എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ അവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ബ്ലോക്ക് അവിടെ വരാറ്. അതുകൊണ്ടപ്പോൾ ഇതിൽ ആംബുലൻസ് വരാൻ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 സെക്കൻഡിന് ജീവൻ പോണതാണ്. അപ്പോൾ നമ്മളുണ്ടാകുന്ന അതൊരു ഹോം ഗാർഡിന് നമുക്ക് പിടിക്കും. എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. TCV ന്യൂസ്, തൃശൂർ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിലെ ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന് കൊടിയേറി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ പഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ചയൊരുക്കുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷയായി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ജനറൽ കൺവീനർ PK കിട്ടൻ, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 40ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം അരങ്ങേറി. എരുമപ്പെട്ടി ദുബായ് പാലസിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി സ്വദേശി കാങ്കിലാത്ത് വീട്ടിൽ സരിതയ്ക്കാണ് പരിക്കേറ്റത്. സരിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ് അംഗങ്ങൾ ഒത്തുചേർന്നു. വിനോദയാത്രയടക്കമുള്ള പദ്ധതികളാണ് ക്ലബിനുള്ളത്. 15 വർഷം മുൻപ് ആരംഭിച്ച ക്ലബിൽ 100ഓളം അംഗങ്ങളാണുള്ളത്. ഫാദർ ഫ്രാൻസിസ് കൊടിയൻ, KK അജയകുമാർ, മാള SI ശശി കുണ്ടറക്കാട്, വാർഡ് മെമ്പർ പ്രീജ സലിം തുടങ്ങിയവർ സംഗമത്തിന്റെ ഭാഗമായി. വേപ്പുമരത്തിന്റെ കമ്പിൽ വളർന്ന റംബൂട്ടാൻ ചെടി. അണ്ണല്ലൂർ കൈതവളപ്പിൽ അജിത് കുമാറിന്റെ അടുക്കളമുറ്റത്തുള്ള വേപ്പുമരത്തിലാണ് റംബൂട്ടാൻ ചെടി വളർന്നിട്ടുള്ളത്. റംബൂട്ടാൻ ചെടിയുടെ കമ്പ് വേപ്പുമരത്തിൽ മുട്ടിനിന്ന് ഗ്രാഫ്റ്റ് ആയതാകാമെന്നാണ് കരുതുന്നത്. അന്തിക്കാട് ഹൈസ്കൂളിൽ നിന്ന് 38 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയവരുടെ സമാഗമം വേറിട്ടതായി.
50 വയസ്സ് പിന്നിട്ട പൂർവ്വ സഹപാഠികളുടെ സമാഗമത്തിന് ഒടുവിൽ കിച്ചൺ ഡാൻസ് നടന്നു. അന്തിക്കാട് ഹൈസ്കൂളിലെ 1985-86 ബാച്ച് SSLC വിദ്യാർത്ഥികളായിരുന്നു ഒത്തുചേർന്നത്. മുൻ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് സമാഗമം ഉദ്ഘാടനം ചെയ്തു. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി TR സുനിൽ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് BDO P സുഷമ, മാധ്യമപ്രവർത്തകൻ അബ്ബാസ് വീരാവുണ്ണി, KK ജിനേഷ് കുമാർ, ബേബി ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു. വടൂക്കര വിവേകാനന്ദ ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ വിനേഷ് തയ്യിൽ, ഡോക്ടർ അബി പോൾ, വൈസ് പ്രസിഡന്റ് അനിൽ തമ്പി, ജോയിന്റ് സെക്രട്ടറി ഷിനി വിഷ്ണുപ്രസാദ്, സെക്രട്ടറി TV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മികച്ച സംഗീതജ്ഞരുടെ ശിക്ഷണത്തിൽ സംഗീതാഭിരുചിയുള്ളവരെ പരിശീലിപ്പിക്കുന്നതിനായി അരിമ്പൂർ നിവാസികളുടെ നേതൃത്വത്തിൽ സംഗീത കൂട്ടായ്മ രൂപീകരിച്ചു. സാധക മ്യൂസിക് ഫൌണ്ടേഷൻ എന്ന പേരിൽ ആരംഭിച്ച സംഗീത കൂട്ടായ്മ സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു. സാധകയുടെ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് അഗവൂർ അധ്യക്ഷനായി. KC സന്തോഷ് കുമാർ, P കൃഷ്ണകുമാർ, സജീവൻ ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വയോധികർക്കായുള്ള അരിമ്പൂർ സുമിത്ര ഭവനിലെ അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. അരിമ്പൂർ സ്വദേശിയും ന്യൂയോർക്കിൽ സംഗീത അധ്യാപകനുമായ സാധക അലക്സാണ്ടറാണ് ഉദ്യമത്തിന് പിന്നിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA ലാസർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വ്യാപാര മേഖലയിൽ 50 വർഷം പൂർത്തീകരിച്ച ജോർജ് അരിമ്പൂർ, ജോജി KO എന്നിവരെ ജില്ലാ സെക്രട്ടറി KK ഭാഗ്യനാഥ് ആദരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ, യൂണിറ്റ് സെക്രട്ടറി VM സത്താർ, യൂണിറ്റ് ട്രഷറർ ലെജിൻ എന്നിവർ സംസാരിച്ചു. വെളുത്തേടത്ത് നായർ വനിതാ സൊസൈറ്റി തൃശൂർ ജില്ലാ കൺവെൻഷൻ ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷിജിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് പഴംപള്ളത്ത്, ചലച്ചിത്ര നടൻ വിഷ്ണു സുധീർ, വെളുത്തേടത്ത് നായർ വനിതാ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി നിഷ ജയേഷ്, ജില്ലാ ട്രഷറർ ബിന്ധ്യ സുരേഷ്, ഉപദേശക സമിതി ചെയർമാൻ നാരായണൻ നായർ, സംസ്ഥാന പ്രസിഡന്റ് രാജപ്പൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയ് അരിമ്പൂർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് അനിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ ശ്രീ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. പഴുവിൽ രഘുമാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയായി, അന്നദാനവും ഉണ്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ NK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റിലെ അംഗമായ രവീന്ദ്രന്റെ കുടുംബത്തിന് നൽകുന്ന മരണാനന്തര ആനുകൂല്യത്തിന്റെ ചെക്ക് TN പ്രതാപൻ MP കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ, യൂണിറ്റ് ട്രഷറർ AA മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ, രക്ഷാധികാരികളായ MV ശങ്കരനാരായണൻ, ഷാബു വെട്ടിയാട്ടിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നവീൻ MX തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികൾക്ക് അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിക്കുളം യൂണിറ്റിന്റെ വാർഷികം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് EG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK ഹംസ, ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ബിജു തോമസ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി EG ചന്ദ്രബോസിനെയും വൈസ് പ്രസിഡന്റ് PM ഖാദർ കുഞ്ഞിനെയും സെക്രട്ടറിയായി KK ഹംസയെയും തെരഞ്ഞെടുത്തു. കാരണം നാമാവിശേഷമാകുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ
നമ്മുടെ സംഘടനാ സംവിധാനം നമുക്ക് വളരെ അഭിമാനം നൽകും. പഴുവിൽ കിഴക്കേ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം സമിതി പ്രസിഡന്റ് കെ.വി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളെ വിവിധ പുരസ്കാരം നൽകി ആദരിച്ചു. സമിതി സെക്രട്ടറി സി.കെ. രാജൻ, ട്രഷറർ ഇ.എസ്. പീതാംബരൻ, കോമ്പാറ ഗോപി, പി.എ. ദേവിദാസ് എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിനോടൊപ്പം സൌജന്യമായി ചപ്പാത്തി നൽകി കൂനമുച്ചി സത്സംഗ് പ്രവർത്തകർ. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചപ്പാത്തി എത്തിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സൌജന്യമായി ചപ്പാത്തി നൽകിയത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെ അരികന്നിയൂരിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലേക്ക് ചപ്പാത്തിക്കൊപ്പം കറിക്കാവശ്യമായ പച്ചക്കറികളും നൽകി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് വികസന സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. സത്സംഗ് ചെയർമാൻ മേജർ പി.ജെ. സ്റ്റൈജു ചപ്പാത്തി ജനകീയ ഹോട്ടൽ പ്രവർത്തകർക്ക് കൈമാറി. ടി.ജെ. ബിജു, ജോമി ജോൺസൺ, മാധ്യമപ്രവർത്തകൻ പി.ജെ. ബിജോയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനവും കാഴ്ചപ്പന്തലിന്റെ സ്വിച്ച് ഓൺ ചടങ്ങും നടന്നു. സബ് ഇൻസ്പെക്ടർ കെ. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗുരുശരൺ അധ്യക്ഷത വഹിച്ചു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാലക്കുടി പുഴയിലെ ചേനത്തുനാട് കടവിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കാട്ടൂർ ഇല്ലിക്കാട് 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കാട്ടൂർ സ്വദേശി അതുൽ, എടക്കുളം സ്വദേശി ശിവനുണ്ണി എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നാട്ടികയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയി. ചേർപ്പിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി അടച്ച പാടശേഖരത്തിലേക്കുള്ള വഴി തുറക്കാൻ നിർദ്ദേശം. വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കമ്പിവേലി പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.